ഒറ്റക്കൽ സെയ്ദ് മസൂദ് ഔലിയായുടെ 543ാമത് കൊടിയേറ്റ് നേർച്ച നടത്തി. ആത്മീയതയിലൂടെ മാനവ സമൂഹത്തെ നന്മയിലേക്ക് നയിച്ച പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ചെറുമകനും ജിസ്തിയാത്ത് വാരിക്കത്തിൽ പ്രധാനിയും മലയോരങ്ങളിലും മഹാകാനനങ്ങളിലും തപം ചെയ്ത് ഇന്നോളം കറാമത്തുകളിലൂടെയും അത്ഭുത സിദ്ധികളിലൂടെ രോഗശാന്തിയും ആഗ്രഹ സബലീകരണവും മനസ്സമാധാനവും പ്രസിദ്ധമാക്കിക്കൊണ്ടിരുന്ന ഒറ്റക്കൽ സെയ്ദ് മസൂദ് ഔലിയായുടെ കൊടിയേറ്റ് നേർച്ചയാണ് നടത്തിയത്. കൊടിയേറ്റ് നേർച്ചയിൽ നിരവധി വിശ്വാസികളാണ് അണിനിരുന്നത്. കൊടിയേറ്റ് നേർച്ചയുടെ ഭാഗമായി ഇന്നലെ രാവിലെ 6 മണിക്ക് ഖുർആൻ പാരായണവും സിറായത്തും സംഘടിപ്പിച്ചു. തുടർന്ന് വൈകിട്ട് 4 മണിക്ക് ദഫ്മുട്ടിന്റെ അകമ്പടിയോടുകൂടി കൊടിയെടുപ്പും ഘോഷയാത്രയും നടത്തി. പിന്നീട് കൊടിയേറ്റും ദുആയും നടത്തി. തുടർന്ന് രോഗശമനത്തിനും ആഗ്രഹ സബലീകരണത്തിനും മനഃശാന്തിക്കും ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനും വേണ്ടി ദിക്വർ സ്വാലത്ത് ദുആയും നടത്തി. പിന്നീട് അറബനമുട്ടോടുകൂടി പരിപാടിക്ക് സമാപനം കുറിച്ചു. റിപ്പോർട്ടർ കണ്ണൻ, തെന്മല. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി.